ഗൈസ്, അപ്പോൾ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര തിരക്കാണ് ഇവിടെ, നിൽക്കാൻ സ്ഥലത്ത് രീതിയിലാണ് ഇവിടെ. ഞാനൊക്കെ ഞെരുങ്ങി ഇവിടെ ഇരിക്കുക. ബസ്സോ ഇത് നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. നന്ദോളിയിലുണ്ട്, ക്യാമറയിലുണ്ട്, ക്യാമറയുടെ പുറകിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ഈറ്റിംഗ് ചലഞ്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ താമസിച്ച് വീഡിയോ ഇടുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ ഡെയിലി ഇടുന്നൊക്കെ പറയുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ആഴ്ച 2 വീഡിയോ ആയിരുന്നു, ഇപ്പോൾ 1 വീഡിയോ അടിച്ചുള്ളൂ. അപ്പോൾ അതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു അടുത്തൊരു വീഡിയോ എഴുതുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ടായിട്ട്. ഞങ്ങളെല്ലാം കൂടെ ലാബിൽ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടുമായിട്ട് 5-6 പേജുള്ള ഒരു സംഭവമായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ നമുക്ക് അത് പരിചയപ്പെടുത്താം. നമുക്ക് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ആർക്കാണ്, ഏറ്റവും കൂടുതൽ ഷുഗർ ആർക്കാണ്, ഏറ്റവും കൂടുതൽ ഫാറ്റ് ലിവർ ആർക്കാണ്. എല്ലാവരും പറയും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും. നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ കേട്ടോ, അല്ല ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ എല്ലാവരും ലൈഫ് സ്റ്റൈലാണ്. ഇപ്പം ഈറ്റിംഗ് ചലഞ്ച് മാസത്തിൽ 4 പ്രാവശ്യം കഴിച്ചുകൊണ്ടല്ല കൂടുന്നതൊന്നും. നമ്മുടെ മൊത്തത്തിലുള്ള ഡെയിലി ലൈഫാണ്, എല്ലാ ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ തെറ്റുന്നല്ലേ. പുറത്തെ ഫുഡ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പുറത്തുള്ള ഫുഡ് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ റെഡ് മീറ്റ് പ്രത്യേകിച്ച് പറയണം, ബീഫ് ഫ്രൈ, എണ്ണപ്പലഹാരങ്ങൾ, കടികൾ ഒക്കെ ആണെങ്കിൽ കടയിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതെല്ലാം കഴിക്കുന്ന ഒരാൾ എന്നൊക്കെയാന്ന് പറയും. അപ്പോൾ എന്താ കഴിക്കാൻ നമ്മൾ കഴിക്കാൻ പോകുന്നത് ചിക്കനാണ്, ചാർക്കോളിട്ട കോഴിയാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ബോഡിയൊക്കെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. കാരണം പക്ഷേ ഈ കാണുന്നവർക്ക് കഴിക്കാണ്ട് ഇവരൊക്കെ എന്താ ഇവര് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാം. പക്ഷെ നമ്മളിപ്പം നമ്മൾ എപ്പോഴും കഴിക്കത്തുള്ളൂ, ഞങ്ങൾ എപ്പോഴും കഴിക്കത്തുള്ളൂ. എന്നിട്ട് പോലും ഞങ്ങൾക്ക് നമുക്ക് വേറെ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആ വീഡിയോ വേണോ, മെഡിക്കൽ റിപ്പോർട്ട് ഇട്ട് വന്നിട്ട് വായിക്കാം. ഏറ്റവും കൂടുതൽ ഷുഗറുള്ള വ്യക്തി വെൽക്കം, കൊളസ്ട്രോൾ കമോൺ, താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കേട്ടോ. കുഴപ്പമില്ല, നല്ല കാര്യം അതൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചിക്കൻ വിങ്സ് ആണ്. ചിക്കൻ വിങ്സ് എടുത്തിട്ട് അത് കഴിക്കാനുള്ള തിരക്കാണ് അവിടെ, ഇത്രയൊക്കെ കാണിച്ചിട്ടുണ്ടോ, തിരക്കുണ്ട് ഇവിടുത്തെ. അപ്പം ചിക്കൻ വിങ്സ് നമ്മൾ ചോദ്യം ചോദിച്ചാട്ടോ. ഇന്ന് നമ്മൾ എണ്ണ കിട്ടത്തില്ല, എണ്ണപ്പലഹാരവും തരത്തില്ല. ചോദ്യം ചോദിച്ചുള്ള മനോഹരമായൊരു വെറൈറ്റി ചോദ്യങ്ങളാണ്. അതായത് ഒത്തിരി ടഫുള്ളതല്ല, വളരെ സിമ്പിളായിട്ടുള്ള അല്ലല്ലോ, ജനറൽ നോളജാണ്. സിമ്പിളായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഇവരെന്തായാലും കാണുമല്ലോ, ഇവരെന്തായാലും ഉറപ്പായിട്ടും കാണും. ഇവരാണ് അതിൻ്റെ മാസ്റ്റർ ഉത്തരങ്ങളുടെ. സുബിനുണ്ട്, ഏടിയുണ്ട്. ഇതും കയറുന്നോ? കയറുന്ന മത്സരിക്കാം, ചോദ്യങ്ങൾ വളരെ കുറവാണ്. മത്സരിക്കേ, ചോദിക്കാം. ഓക്കെ, ചോദിക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, കാരണം ഒത്തിരി വെച്ച് ചെയ്യാണ്ടല്ലോ, തണുത്ത് പോകാൻ. എന്താ അപ്പോൾ ചോദിച്ചേക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സുബിനോട്. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ചാൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. സുബിനെ, ശരീരത്തിൽ ആദ്യം തണുപ്പ് വരുന്ന ഭാഗം? നാക്ക്. എന്താ പറഞ്ഞ നാക്കല്ലേ ആദ്യം വെക്കുന്നേ? എന്ത് വെക്കണം? പോടാം. നമ്മളെ ആ തണുപ്പ് ഉദ്ദേശിക്കുന്നത് നാക്കിന് അടി വെക്കുന്നതല്ല. പിന്നെ താങ്ക് യു സോ മച്ച്. പറഞ്ഞേ, ശരീരത്തിൽ ആദ്യം തണുപ്പ് വരുന്ന ഭാഗം. സെർച്ച് ചെയ്ത് എന്തോ സെർച്ച് ചെയ്ത് പറഞ്ഞു. ശരീരത്തിൽ ആദ്യം തണുപ്പ് വരുന്ന ഭാഗം പറ. അത് തന്നെ നീ ഉദ്ദേശിച്ചത് തന്നെ. ചന്തിയോ? അവിടെ കൊണ്ടല്ലാണ് ഇരിക്കുന്നത് ഈ മഞ്ഞത്തൊക്കെ പോയി. എന്താണോ ആണോ ഉറപ്പിച്ചോ? കണ്ണാ അല്ലല്ല മനോട് അടുത്ത് നീ ഞാൻ വെച്ച് പറയുന്നു. എനിക്കറിയത്തില്ല, പറഞ്ഞോ. എനിക്കറിയത്തില്ല. നീ പറയണോ? നീ ആണ് സിസ്റ്റർ. ഞാൻ പണ്ടായിരുന്നു. അത് ചാൻസ് തരാം. പറഞ്ഞു എവിടായിരുന്നു? ഈ വിരലിന്റെ ഇവിടെ അല്ലേ? എവിടെ? അത് എനിക്കറിയത്തില്ല, പറ. എവിടെ പറ? ഈ ഭാഗത്ത്. അത് എവിടെ പറ? ഈ ഭാഗത്ത്. അതേതാ പേരെന്താ? ഇത് വിരലില്ലേ? ശരിയാ, ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് വരില്ല.
ഇതിന് ഒരു റീസൺ എന്താണെന്നറിയാം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ്. അന്നപ്പം അപ്പൊ ബ്ലഡ് ആണ് നമ്മുടെ ബോഡി ഹീറ്റ് ആക്കുന്നത്. ഇത് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ തണുപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ബ്ലഡ് ഉള്ളിലേക്ക് വലിയും. എന്നപ്പോ കൈവരലിൽ അന്നപ്പോ അങ്ങനെ അതുകൊണ്ട് തണുപ്പാകും. നീ എന്തിനാ പറഞ്ഞത്? യൂറോപ്പിലെ കാര്യം. യൂറോപ്പിന്റെ തിരിക്കുമ്പോൾ സർക്കുലേഷൻ വരുന്നതും നാടൻ ബ്ലഡാണെങ്കിൽ നീ ഇടയ്ക്ക് ചൂടാന്നല്ലേ പറഞ്ഞത്? ഇടയ്ക്ക് കൊടൈക്കനാലിൽ പോയി അനുഭവിച്ചായിരുന്നു. ഒന്നിനും രണ്ടിനും ഒന്നും പോകാൻ പറ്റത്തില്ല. ഈ കൊടൈക്കനാലൊക്കെ അറിഞ്ഞു വെച്ചില്ല ഇവിടെ ആരും. അടുത്ത ക്വസ്റ്റ്യൻ കേടിയല്ലേ? എടുത്തു. അല്ല ഇനി അടുത്ത ഫിനിഷൻ അല്ലെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഇതിനോട് ചോദിച്ചത്? സെക്കൻഡ് കേടി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളാണ്. എന്താണ്? ചായക്കൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത വസ്തു, അതായത് കഴിക്കാൻ പാടില്ല സാധനം. ചായയുടെ കൂട്ടത്തിലോ? മീൻകറി. എന്താ ചായയുടെ മീൻകറി കഴിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിക്കത്തില്ല ആരും. ലൈക്ക് അതായത് നമ്മളിപ്പം മദ്യം കുടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചിലതിനോട് കഴിക്കില്ലെന്ന് പറഞ്ഞില്ല നമ്മള്. അങ്ങനെ പറഞ്ഞ സാധനം വിരുദ്ധ എന്ന് പറയാം. ചായയുടെ പിരിയുന്ന ഏതൊക്കെയാണ് പറയാം? നീ പറഞ്ഞല്ലോ ഓൾറെഡി. ഇപ്പൊ എന്തോ പറഞ്ഞു? മദ്യത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഓക്കെ എന്നാ പാസ് ചെയ്യും. ചായയുടെ കൂടെ കഴിക്കാൻ പാടില്ല പറയുന്നത് എന്താണ്? എനിക്ക് അറിയത്തില്ല എങ്കിലും വേറെ ഭാഷ ബോണ്ട. ചായയും ചാരായും വേണം. അല്ലല്ല അതുപോലെ പറഞ്ഞില്ല, മദ്യം പറഞ്ഞില്ല. നാരങ്ങ അല്ലല്ല ലെമൺ ടീ പിന്നെ നമ്മള് ചായ അല്ല എന്നാലും പാലും നാരങ്ങയുടെ പിരിയും. അതല്ല സോറി അതല്ല. സയന്റിസ്റ്റ് എനിക്കറിയത്തില്ല. സയന്റിസ്റ്റ് ആപ്പിളാണ്. ആപ്പിൾ തെറ്റാ. പറഞ്ഞു പറഞ്ഞു സുബിൻ പറയൂ. തൈര് അവൻ പറഞ്ഞിട്ടില്ല നീ ഇപ്പൊ. ആണോ? എന്നാ പച്ചമാര്. തെറ്റാ, അത് തെറ്റാ. ക്ലൂ സത്യം പറഞ്ഞ നല്ല സാധനമാണ്. എന്താണ് ശരീരത്തിന് നല്ലത്, പക്ഷെ ചായയോടെ കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. ശരീരത്തിന് നല്ലതാ. അത് കഴിച്ചു കഴിഞ്ഞാ ഇത് PSC കാര് പറഞ്ഞത് ഞാനല്ല കേട്ടോ. PSC ഒരു ക്വസ്റ്റ്യൻ എടുത്താണ്. നട്ട്സ് എന്ന് പറഞ്ഞത് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. മദ്യം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കഴിക്കത്തില്ല എല്ലാവരും. പുക വലിക്കില്ലെന്ന് പറയും. വലിക്കത്തില്ലേ മിക്കവരും? നമ്മളല്ല മൊത്തത്തിൽ പറഞ്ഞ കഞ്ചാവ് പ്രശ്നം പറയും. പിന്നെ കൂള് പ്രശ്നം. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പഴകാത്ത ഭക്ഷണം. വിനാഗിരി. അല്ല വിനാഗിരി ഒഴിച്ച ഭക്ഷണം. അച്ചാറ്. വിനാഗിരി അച്ചാറിൽ ഒഴിക്കുന്നത് പഴകായിരിക്കാനല്ലേ? അതിൽ ഞാൻ പറഞ്ഞത്. കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. തേൻ. അച്ചാറ് പഴകും തോറും നന്നാവുന്നാ പറയുന്നത്. പൂക്കണമെന്ന് പറഞ്ഞാൽ മുങ്ങിയിരിക്കണം. മുങ്ങിയിരുന്ന പൂക്കത്തിൽ. അടുത്ത ചോദ്യം ബിനീശ്വരോടാണ്. ഭൂമിയിൽ ഏറ്റവും വിഷമുള്ള ജീവിവർഗം ഏതാ? പാമ്പ്. ഉറപ്പാണോ? കടൽ പാമ്പ്. അല്ല. പറയൂ. തവളേനെ എല്ലാരും പിടിച്ച് ഫ്രൈ ചെയ്യുന്ന സാധനമാണ്. അതാണ് നിങ്ങൾ പറ. തവള. ശരീരത്തിൽ അതുണ്ട്. തവള കടിച്ച ചാകുണ്ടോ? അത് പറയണം താങ്കൾ. ആമസോണി വളരുന്ന താമേന്ന് പറയണം. തവള എന്ന് പറഞ്ഞായിരുന്നു.
ചൊറിയൻ തവളയുണ്ട്, പച്ചത്തവളയുണ്ട്, മഞ്ഞത്തവളയുണ്ട്. വർഗം തവള അത് വർഗം എന്നല്ലേ ഉദ്ദേശിച്ചത്? തവള. ഇയാൾക്ക് ചിക്കൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമായിട്ട് മാറ്റി ഈ മത്സരം മാറ്റി അടുത്ത പറ. ഇവിടെ പണ്ട് നമ്മൾ ഈ മൺപാത്രത്തിലൊക്കെ വെള്ളം കുടിക്കില്ലേ? കുടിക്കാറുണ്ട് മൺപാത്രത്തിൽ വെള്ളം. ആ മൺപാത്രത്തിലെ വെള്ളം കുടിച്ചാൽ ഇല്ലാതാകുന്ന രോഗം ഏതാണെന്നറിയാം? വയറിന് സംബന്ധമായിട്ടുള്ള എന്തോ അസുഖമാണ്. അതൊരു ഇതാണ്. നമുക്ക് പറ എന്താ പറ? വയറുവേദന, വയറുകടി, അങ്ങനെ എന്തോ. എന്ത് കറക്റ്റ് പറയാം? വയറിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തോ കറക്റ്റ് രോഗമായിട്ട് പറയാം. ഞാൻ വരാം പിന്നെ അങ്ങോട്ട് ഞാൻ ലാസ്റ്റ് പറയാം. എന്തുവാ ഈ മൺപാത്രത്തിൽ നമ്മൾ വെള്ളം കുടിക്കുമല്ലോ, മൺപാത്രത്തിൽ വെള്ളം കുടിച്ച് മൺപാത്രത്തിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മാറുന്ന രോഗം. മൺപാത്രം എന്ന് പറയുമ്പോ പിഞ്ഞാണത്തിലോ കുടിച്ചാ മാറുന്ന രോഗമോ? മൂത്രത്തിക്കല്ലൊക്കെ മാറും. വെള്ളം കുടിക്കും. തണുക്കും. തണുത്ത വെള്ളമായിരിക്കും. എന്തുവാടാ പറയടാ? രോഗവും മാറും. ആ രോഗം മാറും. എന്ത് രോഗം? അത് ഈ വെള്ളത്തെ സംബന്ധിച്ചുള്ള രോഗങ്ങളും എല്ലാം ആയിരിക്കും. വയറുവേദനയും വയറിന്റെ തണുപ്പേകുന്നു. അഹങ്കാരം മാറും. എത്ര നാളും സ്റ്റീൽ പാത്രത്തിലൊക്കെ മാനഞ്ചത് കഴിക്കട്ടെ. പുള്ളിയില്ലേ മൂത്രത്തിക്കല്ല്, അൾസർ, ഞാൻ ഒരു ചാൻസ് മലബന്ധമാണോ? അവിടുന്ന് അങ്ങ് പോയി. മലയാളത്തിൽ വയറടിയില്ലേ? അസിഡിറ്റി അല്ലേ വയറടിയില്ലേ? അത് അവൻ പറഞ്ഞു ഓൾറെഡി. അവനൊരു പീസ് കൊടുത്തേക്ക്. വയറുകടി എന്ന് പറയുന്നത് അസിഡിറ്റി പോലെ. വയറുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി ആണോ? ആ ഒരു രീതി ആണോ വയറുകടി അല്ലേ? വയറ് കയറി ഗ്യാസ് കയറുമ്പോ ഇല്ലേ പറയുന്നത്? അത് മലയാള. എനിക്ക് സുബിന് കേടിക്ക് മാത്രം ചിക്കൻ തരാതിരിക്കാനായിട്ടുള്ള ഒരു മത്സരം. സുബിൻ നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മൾ തുടർച്ചയായി തൊട്ടാൽ അണുബാധ ഉണ്ടാകുന്ന എന്താണ് സ്ഥലം? അതായത് നമ്മുടെ ശരീരത്തിൽ തുടർച്ചയായി തൊട്ടാൽ അങ്ങോട്ട് പോകാതെ തുടർച്ചയായിട്ട് തൊട്ട ചിന്തിപ്പിച്ച് എന്റെ മൈൻഡിലോട്ട് മൊത്തം അതാ വരുന്നു. എന്താണ് പറയണ? കണ്ണ് കണ്ണാടാ പ്രശ്നം. അല്ലല്ല തുടർച്ചയായി തൊട്ടാൽ സിമ്പിളാണ്. പറയാൻ തുടർച്ചയായി തൊട്ടാൽ അത് ക്ഷീണമാണ് ഉണ്ടാക്കുന്നത്. തുടർച്ചയായിട്ട് ക്ഷീണം ഉണ്ടാകത്തില്ല അവിടെ തൊട്ട് കഴിഞ്ഞാൽ. അയ്യോ അപ്പൊ കറക്റ്റാ. നീ ചിന്തിച്ചല്ല. അല്ല ക്ഷീണം വരും അവിടെ തൊട്ടാ. അവിടെ തൊട്ട ക്ഷീണം വരും. പിഞ്ഞാണം അതല്ല അവൻ നോക്കിയെടുത്ത് ക്ഷീണം വരുത്തണതാണോ? അല്ല അവിടെ ക്ഷീണം അല്ല ഒന്നും പറഞ്ഞേ. തുടർച്ചയായി തൊട്ട് കഴിഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞു അണുബാധ ഉണ്ടാകുന്നത്. അറിയത്തില്ല ഞാൻ പറഞ്ഞ കൂടിപ്പോവും. ഇത് പറഞ്ഞ സിമ്പിൾ സാധനം. സത്യം എനിക്ക് നേരത്തെ അറിയാം. കാരണം അത് നമുക്ക് അത് നമുക്ക് അറിയാം, ഫീൽ ചെയ്യും നമുക്കത്. മനസ്സിലായി. പിന്നെ സിമ്പിളത്. കാരണം നീ പറഞ്ഞില്ലേ വലിയൊരു. പിന്നെ ആരെ പ്രശ്നമാക്കുന്നത്? ഞാൻ ആ ദിവസം ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഈ താഴോട്ടുള്ളതാണോ മുകളിലോട്ടുള്ളതാണോ? നടുവിലായിട്ടുള്ളത് നോക്കണോ? താഴോട്ടുള്ള താൻ പറഞ്ഞില്ലേ മൂക്ക്.
റൈറ്റ് ആൻസർ. ആ കേട്ടോ ആ രോഗമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ മൂക്കല്ലേ നമ്മൾ മിക്കപ്പോഴും പിടിക്കുന്നത്. അങ്ങനെ നല്ല നല്ല മുഴുത്ത ഒരു പീസ് എടുക്കണം. ഇതിനകത്തൊന്നും മുഴുത്തില്ലല്ലോ, എല്ലാം ഒരുപോലെ ഇരിക്കുന്നില്ല. ഏകോദര സഹോദരന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആർക്കാ? കേടിക്ക മൈക്ക് നല്ലൊരു ചോദ്യമാണ്. മനുഷ്യ ശരീരത്തില് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. അതിങ്ങനെ വൈദ്യുതി ഉൽപാദനം ശ്രദ്ധിക്കുക, ആലോചിക്കുക. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ എവിടാണ് നമ്മുടെ? പറ, അത് പറഞ്ഞോ, അതന്നെ പറ. നേഴ്സ് നിനക്ക് ഇവിടെ വെട്ടിരിക്കുന്നത്. ഞാൻ ഈ ക്ലാസ്സിലൊന്നും ഇല്ലായിരുന്നു. എനിക്കപ്പം ഞാൻ വീട്ടിലേ പറഞ്ഞോ. നെഞ്ചുംകുഴി, നെഞ്ചിന്റെ ഹാർട്ടാണല്ലോ. ഹാർട്ട് മൈക്ക് കൊടുത്ത് മകനെ കൊടുത്തേ, പാസ് ചെയ്തേ. എന്നാ മറ്റേതാ ഞാനിതെന്തോ പറയും. കൈ കൈ അത് നീ മനസ്സിലായി. ചില സമയങ്ങളിൽ ഉൽപാദനം ഉണ്ടാകും. കൂടുമ്പോ വൈദ്യുതി ക്ലൂ ഉണ്ടോ? ക്ലൂ അത് വേണം എല്ലാവർക്കും. അതില്ല പറ്റത്തില്ല. മുകളിലോട്ടാണോ താഴോട്ടാണോ? താഴോട്ട് ഫുള്ള് ഇഷ്ടം മൊത്തം. നമുക്ക് മാത്രം ക്ലൂ ഇല്ല, തനിക്ക് മാത്രം ക്ലൂ ചോദിക്കുമല്ലോ. എടോ താൻ ചോദിച്ചില്ലല്ലോ ക്ലൂ. ഞാൻ പറയാം, ബ്രെയിൻ. ആര് പറഞ്ഞു? ബ്രെയിനാ. അങ്ങോട്ട് മൈക്ക് കൊടുക്കും. ബ്രെയിനിലാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് പൊട്ടാസ്യം കാൽസ്യം ഉള്ളത് ബ്രെയിനിൽ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അതെ 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 ആണോ? ധ്യാനം ചെയ്യണം. പൊടയില് വരുന്നില്ല, നടക്കത്തില്ല. ദാനമില്ല. അത് നിയമങ്ങൾ, അത് വേണ്ട എനിക്ക്. താനും ചോക്ക് കൊടുക്കുന്നുണ്ട്. ചോപ്പിന്റെ തലല്ലേ? ആർക്കാ? എനിക്കാണോ? നിനക്കല്ല. ചോദ്യം ചിക്കൻ മേടിച്ചേക്കാൻ പോകുന്നു. ചോദ്യം എന്ന് വെച്ചാല് പറഞ്ഞോട്ടെ. അതായത് ദിവസത്തിൽ 30 മിനിറ്റ് മാത്രം ഉറങ്ങുന്ന മൃഗം. 30 മിനിറ്റ് മാത്രം ഉറങ്ങുന്ന പശു. മൃഗമായിരുന്നു. 30 മിനിറ്റ് മാത്രം ഉറങ്ങുന്ന മൃഗം. 30 മിനിറ്റ് മാത്രം ഉണർന്നിരിക്കാനാണ് ബേബി. അത് പറയാനാണ്. ആന. ആന ആന അങ്ങനെ ആനപ്രേമിയാണല്ലേ? ശരിയല്ല. ക്ലൂ ഉണ്ടോ? 30 മിനിറ്റ് അത് ഉണർന്നിരിക്കുന്നതാണോ? ഇയാളാണോ? ബ്രോ അറിയത്തില്ല ബ്രോ. മൃഗത്തിന്റെ ഇത് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഉറങ്ങുന്ന മൃഗത്തിന്റെ ഇത് മാത്രമേ അറിയത്തുള്ളൂ. കോവാലയാണ്. ആണോ? ജിറാഫ്. റൈറ്റ് ആൻസർ. ആണോ? റൈറ്റ് ആൻസർ. ഒത്തിരി പൊക്കമുള്ള ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഉറങ്ങത്തില്ലെന്ന്. പുള്ളി ഞങ്ങള് പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. പെട്ടെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ റേഷൻ കിട്ടാത്ത അവസ്ഥയാണ്. ഇനി കേടിക്ക് ഒരു ചിക്കൻ കിട്ടാനുള്ള ചോദിച്ചു. ഒരെണ്ണം കട്ടെടുത്തത് പിന്നെ എന്തെങ്കിലും മനസ്സിൽ പാടാ പാണം തിന്നോട്ടെ, പട്ടിണിയും പാട്ടോ. അപ്പോൾ ഇതുപോലുള്ള ലെവലിൽ നോക്കുവാണെങ്കിൽ മിക്കവരും കഴിച്ചിട്ടുണ്ട്, കേടി ഒഴികെ. അപ്പുറത്ത് ഇനി കേടിക്ക് വേണ്ടിട്ടൊരു ചോദ്യം. പുതിയതാണ് ഇന്ത്യയുടെ ദേശീയ മധുര പലഹാരം. ലഡു. എന്നാ ജിലേബി തന്നെ. ഓക്കെടാ, എടുത്തോ. എന്നോട് ചോദിച്ചില്ലായിരുന്നു. വരട്ടെ, നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാനോട്. മധുരപ്പലഹാരോ? ലഡു ജിലേബി അവര് പറഞ്ഞു. അതല്ല അടാ, നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോ, ഇങ്ങനെ കറങ്ങി പോവാ. ദീപാവലിക്കൊക്കെ സാധനം കിട്ടും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത്തിരി ഇതാണ് പറയുന്നത്. സത്യത്തിൽ സംഭവമില്ല. പേടയല്ല അല്ലെന്ന് പറഞ്ഞത്. പറയാ എനിക്ക് മനസ്സിലായി. അവിടെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതല്ല, അതിങ്ങനെ ഇരിക്കും. നല്ല മധുരം, അത്യാവശ്യം മധുരമുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ കൊള്ളാം, നല്ല അതിന്റെ കൂടെ വേറെ നമ്മൾ കഴിച്ചു വെച്ചിട്ടുള്ളൂ. ഇവിടെ അതിന്റെ വേറെ വല്ല തേമുട്ടായി ആയിരിക്കും. തേമുട്ടായി. ഇന്ത്യയുടെ ബായല്ല ചേർത്ത് വരണം. ബാ വെച്ച് വരണം. വാവച്ചതന്നെ വല്ലെണ്ണ നീ കഴിച്ചിട്ടുണ്ട്. ഹൈദരാബാദൊക്കെ കിട്ടുന്ന ബാദുഷേ. ബാദുഷി ഉണ്ട് സംഭവം. ഒരു ഇങ്ങനെ ഇരിക്കും.
ഇങ്ങനെ ഉണ്ട പോലെ ഇരിക്കും. ഉണ്ടമ്പുരിയോ? പറ എത്ര പറഞ്ഞു ഉണ്ട കൂട്ടിരിക്കുന്ന സാധനം ഉണ്ടാ ജിലേബി അല്ല വേറൊരു ലഡുവാടാ. വേറൊരു ജിലേബി. കറുത്ത ജിലേബി. ലഡുവായി നീ നിനക്ക് അറിയാം അതിന്റെ വേറെ സംഭവം നമ്മളോട് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട്. ഗണപതിക്ക് വെക്കുന്നതല്ലേ? മോദകം. ഗണപതിക്ക് വെക്കുന്ന അവൻ പറയും. ഗണപതിക്ക് വെക്കുന്ന അതിന് വേറെന്തായിരുന്നു? ഉണ്ണിയപ്പം. അല്ല ഗുലാബ് ജാമുനാണ്. രസഗുള അത് തന്നെ ഗുലാബ് ജാമുൻ. അപ്പൊ ആർക്കും ഇല്ല. ചോദ്യം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ആർക്കും ഇല്ല കേട്ടല്ലോ. ജികെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ള രാജ്യം. ഈശ്വരൻ അതായത് ദൈവവിശ്വാസം ഇല്ലാത്ത അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉറുഗ്വായ്. ഉറുഗ്വായ്. മൈക്കിങ്ങാരോ? ഇറങ്ങിപ്പോക്കൂ. ആഫ്രിക്ക അല്ല, ഏഷ്യ അല്ലേ? ശ്രീലങ്ക ഭയങ്കര ശ്രീലങ്ക ഏഷ്യ അല്ലടാ. ആണോ? യൂറോപ്പ് എന്താ രാജ്യം. സ്വീഡൻ. അപ്പൊ നമ്മള് ഇത് നമ്മളെ ചോദ്യോത്തരവേള നിർത്താൻ വേണ്ടി പോകണേ കേട്ടോ. കാരണം സമയത്തിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള മെയിൻ ചോദ്യം, അത് നിങ്ങൾക്ക് ചിക്കൻ കിട്ടാൻ കിട്ടിയ നല്ലൊരു പരിഗണന. കേടി ആദ്യം ചോദിക്കണം, അത് കഴിഞ്ഞ് സൂര്യനോട് ചോദിച്ചാൽ. ഒരു ബുദ്ധിയാ. കാര്യമില്ല. ഒരു ക്ലാസ് പഠിച്ചേ സിമ്പിളാണ്, പഠിച്ചല്ല തോറ്റതാണ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. സിമ്പിളാണ്. അതായത് 1 മിനിറ്റ് കൊണ്ട് തലവേദന മാറ്റുന്ന പാനീയം. അത് തലവേദനയല്ലേ? തലവേദന മാറ്റുന്ന കുറയ്ക്കുന്ന പാനീയം. 1 മിനിറ്റ് കൊണ്ട്. രാവിലെ കഴിഞ്ഞിട്ട് നമ്മള് എന്താണ് നല്ല തലവേദന പറയുമ്പോ എന്താ ഒരു പാനീയം കുടിക്കുമല്ലോ. എന്താണ് അത് നമ്മള് പിറ്റേന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 30 അടിച്ചാൽ മാറും. ആ പാനീയാണോ? അല്ല സാധാരണ തലേന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ചെറിയൊരു ML കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മള് ക്ലാസ്സിൽ അതല്ല ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് കടകളിലൊക്കെ പോകുമ്പോ അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. അത് കുടിച്ചാൽ നല്ലതാണ്. കട്ടൻ കാപ്പി, ചായ അല്ല നല്ല ഇത് സുലൈമാനി വന്നിട്ട് തിരിച്ചു പോയാ വന്നിട്ട് പോയാ പറ. കട്ടൻ ലോക്കിയാ ലോക്ക് ചെയ്തു. സുമി പറഞ്ഞു നീ പറഞ്ഞു. എനിക്കറിയാം സാമാന്യം, പക്ഷെ അതിന്റെ പേരെന്തുവായിരുന്നു? റെഡ് ബുള്ളാണ്. ഓ മോരും വെള്ളം. വയറുള്ള അടുത്ത് വന്ന് പറഞ്ഞോ. മറ്റേ മധുരമുള്ള ഒരു സാധനം ഇല്ലടെ ഇന്ത്യക്കാരുടെ മോരും വെള്ളം കൂട്ടിരിക്കും. ഇടയ്ക്ക് ഞാൻ പോയി കുടിക്കും. ഇന്നും കുടിച്ചായിരുന്നല്ലോ, ചെറുതായിട്ട് കുടിച്ചാലും ബേസ് ചെയ്ത തല കൂട്ടാനത്. ഞാൻ ഇടയ്ക്കൊക്കെ മേടിക്കാറ് അതിന് അത് വെച്ചിട്ടുള്ള വേറെ പേര്. അത് വെച്ചുള്ളൊരു പാനീയം കുടിക്കും ഞാൻ. ഇന്നും കുടിച്ചായിരുന്നു. അത് വെച്ചുള്ള അതിനോടൊരു സാധനം ചേർത്ത ലെമൺ ജ്യൂസ്, ഇഞ്ചി വെള്ളം. അതെന്തോ ഇഞ്ചി ഇട്ട് ഇഞ്ചി ലെമൺ ജിഞ്ചർ ടീ. ചിക്കൻ ആർക്കാ? കേടിക്കാണോ? വണ്ടി അവസാനം സ്വന്തമായിട്ട് കഴിയാൻ പറ്റി. എന്റെ സ്വന്തമായിട്ട് കഴിയാൻ പറ്റി. അപ്പൊ തീർക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ വെച്ചെന്ന് വെച്ചാൽ നമ്മൾ അറിയാലേ, നമ്മൾ അടുത്ത തവണ വരാൻ കണ്ടോ ഇൻട്രസ്റ്റിനെ പറഞ്ഞാൽ ഈ ലാബ് റിപ്പോർട്ട്സോട് ഞങ്ങൾ വരുന്നുണ്ട്. ഫയലായിട്ട് കൊണ്ടുവരാം. കുറേ കെട്ടിട്ടുണ്ട് സത്യമായിട്ടും. ഒരു 5-8 പേജുള്ള വെച്ച് ഓരോരുത്തർക്ക് ഉണ്ട്. ഓരോരുത്തരും ടെസ്റ്റ് ചെയ്യാനുണ്ട്. അവർക്ക് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് വലിയൊരു എന്താണ് വലിയൊരു മാറ്റമാണ്. ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് നമ്മൾ പ്രവീണളിയാണ്. 3 ഉത്തരം പറഞ്ഞു. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് നമ്മുടെ റാവുത്തറും ബാക്കി പറയട്ടെ ഞാൻ അപ്പം എന്തൊരു സുഹൃത്തെ ബിനീഷ് ബ്രോയാണ്. 3ാം സ്ഥാനം കട്ടെടുത്ത് നിന്ന് രണ്ടല്ല അങ്ങനെ 4 എന്നെ ഒന്നും പറയാനില്ലേ? പോയി. 3ാം സ്ഥാനം നമ്മുടെ കേടിയും സുബിനോടെ ഷെയർ പറയണം. 3ാം സ്ഥാനത്തെ പറ്റി നല്ലൊരു സ്ഥാനമായിരുന്നു. ചിക്കനെ പറ്റി തന്നെ നോക്ക്. 1ാം സ്ഥാനം പോലെ തന്നെയാണ് 3ാം സ്ഥാനം. ശരിയാ, ചിക്കൻ കൂടുതൽ കഴിച്ചാൽ
ഇതിപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ആൻസറിൽ അതേപോലെ നമുക്ക് ഊഹാപോഹങ്ങളാണ്, ചിലപ്പോൾ അതായിരിക്കും വെച്ച് പറയുന്നതാണ്, വേറെ തമാശയിലിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.